ഹായ് നോക്കൂ, സ്നേഹമുള്ള മക്കളെ കൊണ്ട് ഇവിടെ തോറ്റു ഞാൻ. ഇതാ നോക്കിയേ, എത്ര സ്നേഹം കാണിക്കുന്നറിയോ മക്കള്. നമ്മളോട് എത്ര കൂട്ടുകൂടിയാലും മതിവരാത്ത സ്നേഹമാണ് ഇവർക്കുള്ളത്. അതുപോലെ തന്നെ കൂട്ടുകൂടിയ സ്ഥിതിക്ക് ഇവളൊന്ന് എടുക്കണം കേട്ടോ. ഇവക്ക് ഭാരം ഉണ്ടോ ഇല്ലെന്ന് അറിയണമല്ലോ. വെയിറ്റ് ഒന്നും കാണത്തില്ല കേട്ടോ. ആള് കണ്ടാൽ നല്ല വലുപ്പമാണെങ്കിലും വളരെ വെയിറ്റ് കുറവായിരിക്കും. ദാ സ്നേഹം കണ്ടില്ലേ, ഒരുപാട് സ്നേഹം കൂടി മാമൻ്റെ കൂടെ നിൽക്കുകയാണ് ഈ പെൺകുട്ടി. നോക്കിയാൽ നല്ല രോമമാണ്. ഇതവളുടെ വാലകം നോക്കിയാണ്. എന്തല്ലേ എടി മോളു, നിന്നെ ഞാനൊന്ന് എടുക്കട്ടെ? നോക്കട്ടെ. വെയിറ്റ് ഒന്നുമില്ല കേട്ടോ, വളരെ വെയിറ്റ് കുറവാണ്. ഇതവളെ രോമങ്ങളൊക്കെ നിറയെ ഉണ്ടല്ലോ. നല്ല മീശയും കാണാനും നല്ല ലുക്കാണ്. ഇനി വയറ്റിൽ കുട്ടികളുണ്ടോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ പറയാൻ ആഗ്രഹിച്ചങ്ങനെ കിടക്കുകയാണ്. ഇതാ കണ്ടില്ലേ, അവളുടെ മനസ്സിനകത്ത് എന്തൊക്കെയോ പറയാനുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. ഇതാ പാവം അല്ലേ. എന്താ രോമം നോക്കിയാ, പിറത്തൊക്കെ നോക്കിയേ. ഓ, മണൽത്തരികൾ കാറ്റടിച്ച് വിതറി കിടക്കുന്നതൊക്കെയല്ലേ അവളുടെ രോമങ്ങൾ. നല്ല കളറും നല്ല സുന്ദരിയും കുഞ്ഞു മുഖവും വലിയ ഉടലുമായിട്ട് കിടക്കുകയാണ് അവള്. എൻ്റെ പിറത്ത് തൊടുന്നെങ്കിൽ തൊട്ടോ. ഇതാ കണ്ടില്ലേ പറയുന്നത്. അവൾ പറഞ്ഞ സ്ഥിതിക്ക് അവളൊന്ന് തൊടാം. ഇതാ കൈ കൊണ്ട് ചെല്ലുമ്പോഴണ്ടില്ലേ, എന്നാ തൊട്ടോ. ഓ കണ്ടോ, ആ കൈയൊക്കെ നോക്കി എന്ത് കനമെന്നറിയോ. സ്നേഹം കൂടിക്കഴിഞ്ഞ രക്ഷയില്ല. ഇനി ആ മണ്ണി കിടന്ന് മറിയേക്കാൻ തന്നെ. നോക്കിയേ, ഉരുണ്ട് കളിച്ചൊക്കെ കാണിക്കുകയാണ്. സ്നേഹം കൂടി നിൽക്കുകയാണല്ലോ. അയ്യോ, ഇതുപോലെ ഉരുണ്ട് കളിച്ച് കാണിക്കുന്നത് അവർക്ക് പറയാനുള്ളത് എല്ലാം അടങ്ങിയ വാക്കുകളാണ് കേട്ടോ. അതാണ് ഈ സ്നേഹത്തിൻ്റെ ഈ ഉരുണ്ടുകളി. ഇതാ നോക്കിയേ, അവർക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം അവർ പറഞ്ഞു എന്നുള്ളൊരു കണക്ക് വെച്ചാണ് ഈ സ്നേഹം കാണിക്കുന്നത്. നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അവർ വീണ്ടും നമ്മളടുത്തേക്ക് അടുക്കുന്നതും ഈ സ്നേഹം കാണിക്കുന്നതെല്ലാം. അവർക്ക് പറയാനുള്ള വാക്കുകളൊക്കെ അതിലടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അത് തന്നെയാണ് ഇവരുടെ സ്നേഹം. വേറെ പറയാൻ, ഞാൻ എത്രയോ പേരുടെ അടുത്ത് ഇതുപോലെ ചെന്നിട്ടുണ്ട്. പലരും അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള സ്നേഹമാണ് അവർ കാണിക്കുന്നത്. കുറച്ച് അകന്ന് നിൽക്കും, പിന്നീട് വന്ന് ഇണങ്ങും, പിന്നെ ഇതുപോലെ മണ്ണിൽ കിടന്ന് ഉരുണ്ട് കളിക്കുന്ന മക്കളെ ഒത്തിരി നമ്മൾ കണ്ടിരിക്കുന്നല്ലേ. ഇതുപോലെ സ്നേഹമുള്ള മക്കൾ ഒരുപാട് ഇവിടെ ഉണ്ട്. ഇവരോട് കൂട്ടുകൂടി കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തേയില്ല കേട്ടോ. അത്ര സ്നേഹവും അതുപോലെ ചെറിയ ചെറിയ തമാശ കളികളൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. വേറെ പറയാൻ, അവർ സ്നേഹം കാണിച്ച് നിൽക്കുമ്പോഴേ നമ്മളവരെ തലോടാതെ നിൽക്കുകയാണെങ്കിൽ അവർ കരഞ്ഞൊക്കെ കാണിച്ച് വീണ്ടും തലോടാൻ അവർ പറയുന്നത് നമുക്കറിയാൻ പറ്റും. എന്നാൽ പിന്നെ ഇത്രയും സ്നേഹം കാണിച്ച ഈ കുട്ടിയോട് ബൈ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ഓക്കേ, ബൈ.